استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകളും അനുധാവനം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിരത്തി 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ്. അഥവാ 79 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു വെള്ളിയാഴ്ച റമദാൻ 27-ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. ആ സ്വാതന്ത്ര്യത്തിന്റെ അനുസ്മരണം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ ഔദ്യോഗികമായും അനൗദ്യോഗികമായും തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം അനുസ്മരിക്കപ്പെടുകയും അതിലപ്പുറം ആഘോഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അനുസ്മരണം, ആഘോഷം എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ നാട്ടുനടപ്പിന്റെ ഭാഗമാണ്. ജന്മദിനം ആഘോഷിക്കപ്പെടുക, അനുസ്മരിക്കപ്പെടുക, മരണദിനം, മരണവാർഷികം അനുസ്മരിക്കപ്പെടുക, അതേപോലെ വിവാഹ വാർഷികം അനുസ്മരിക്കപ്പെടുക, അതേപോലെ ഒരു സ്ഥാപനം അതിൻ്റെ സ്ഥാപന ദിനം, അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക വാർഷികം, സ്ഥാപനങ്ങൾ, സംഘടനകൾ അനുസ്മരിക്കപ്പെടുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷത്തിന്റെ ദിനമാണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. അതും നമ്മൾ അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണം വർണ്ണാഭമായ നിലയിൽ ആഘോഷിക്കപ്പെടുക കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ അനുസ്മരണങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു നാട്ടുനടപ്പ്, അല്ലെങ്കിൽ അവന്റെ പ്രകൃതിയിൽ തന്നെ ഇങ്ങനെ ഒരു ആണ്ടർതികളും അനുസ്മരണങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയുള്ളത്? ലോകത്തിന് പല സംഗതികൾക്കും ഇതേപോലെ തന്നെ ഓരോ ഡേ ഉണ്ട്, അനുസ്മരണ ദിനങ്ങളുണ്ട്. എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ അനുസ്മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ അനുസ്മരണത്തിലൂടെ കഴിഞ്ഞകാല ത്യാഗങ്ങളും അനുഗ്രഹങ്ങളും ഓർത്തെടുക്കാനും, ആ നാം നേടിയെടുത്ത സംഗതികളിൽ വന്നിട്ടുള്ള വീഴ്ചകളും കുറവുകളും കേടുകളും തീർത്ത് ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നതിനുമുള്ള ഒരു ആത്മാവലോകനത്തിനും പരിശോധനയ്ക്കുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഇതിനെ നമുക്ക് സാമൂഹികമായി വിലയിരുത്താൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ ആരെങ്കിലും ജന്മവാർഷികമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ വാപ്പ മരിച്ച ദിനമാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ ജന്മവാർഷികമാണ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലമായി, ഇതുപോലത്തെ ഒരു ദിനത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേട്ടാൽ
അപ്പൊ ഇതൊക്കെ ആളുകളുടെ ഒരു ശീലമാണ്, ഉർഫുൽ ബലദ്, നാട്ടു നടപ്പുകളാണ്. ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അവലോകനം ചെയ്യാനും കേടുകൾ തീർത്ത് മുമ്പോട്ട് പോകാനും മുൻകാല അനുഗ്രഹങ്ങളെ ഓർത്ത് പടച്ചവന് നന്ദി ചെയ്യാനും ഒക്കെയുള്ള ഒരു സന്ദർഭമായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ കഴിയും. എന്നാൽ വ്യർത്ഥമായ അനർത്ഥമായ ആഘോഷങ്ങൾ നാടോടുമ്പോ നടുവേ എന്ന അർത്ഥത്തിൽ ഒരു സംഗതിയും ഒരു മുസ്ലിമിനും ചെയ്യാൻ നിർവാഹമില്ല. ഏതൊരു കാര്യത്തെയും അതിന്റെ ആന്തരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോ എന്തായിരുന്നു ആ സ്വാതന്ത്ര്യം? എന്തിന്റെ പേരിലാണ് അത് കിട്ടിയത്? എങ്ങനെയാണ് നമ്മൾ അത് നേടിയെടുത്തത്? സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോ ആ നേടിയ സംഗതി എന്താണ്? അത് എത്രത്തോളം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോൾ എത്രത്തോളം കൈമോശം വന്നിട്ടുണ്ട് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയേണ്ടത്. നമ്മുടെ കുഞ്ഞിന്റെ, നമ്മുടെ മകന്റെ, മകളുടെ ജന്മവാർഷികം അത് നമ്മൾ വലിയ പ്രാർത്ഥനാ നിർഭരമായി ഓർമ്മിക്കുന്നു, അനുസ്മരിക്കുന്നു. അങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്രത്യേക മധുരം ഉണ്ടാക്കുന്നവരുണ്ടാകും. ഇസ്ലാം അങ്ങനെ ഒരു പ്രത്യേകമായ നിലയിൽ ജന്മവാർഷികം അല്ലെങ്കിൽ മരണവാർഷികം അതല്ലെങ്കിൽ വിവാഹ വാർഷികം ഇങ്ങനെ കൊണ്ടാടാനും കേക്ക് മുറിക്കാനും ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ നാട്ടുനടപ്പ് ശീലങ്ങൾ എന്ന നിലയിൽ അതിനെയൊന്നും ഹറാമാക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. എന്നാൽ അതിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് പടച്ചവന് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായ കാര്യം അതിന് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിവാഹ വാർഷികം, ആ വിവാഹ വാർഷികം അനുസ്മരിക്കുമ്പോ അന്ന് രണ്ടാലൊരാൾക്ക് ക്യാൻസർ ആണെങ്കിലോ ആ അനുസ്മരണത്തിനും ആ ഒരു സന്തോഷത്തിനും എത്രമാത്രം അതിന് അർത്ഥമുണ്ടാകും. അതേപോലെ നമ്മുടെ കുഞ്ഞിന്റെ ജന്മവാർഷികം നമ്മൾ അനുസ്മരിക്കുന്നു, പായസം വെച്ച് കുടിക്കുന്നു. നമ്മുടെ കുട്ടിക്ക് കാതലായ എന്തോ തകരാറുണ്ട്, ഹാർട്ട് പ്രശ്നമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് എത്രമാത്രം അർത്ഥമുണ്ടാകും. ഇതേപോലെ സഹോദരന്മാരെ, നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ രാജ്യത്തിന് ഗുരുതരമായ രോഗാതരമായ അവസ്ഥകളാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിലയിരുത്തണം. ആ അവസ്ഥകൾ മാറ്റിയെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിനെ ആരോഗ്യ സമ്പന്നമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ശരിയായ അർത്ഥത്തിൽ രാജ്യത്തിന്റെ പേരിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ്. ഈ രാജ്യത്തേക്ക് ഒരുപാട് അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ മധ്യകാലത്ത് യൂറോപ്യൻ കൊളോണിയൽ അധിനിവേശം, അതിനു മുമ്പ് ഇസ്ലാമിന്റെ കടന്നുവരവ്, അതിന്റെ ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ്, ഇതെല്ലാം ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാ അധിനിവേശങ്ങളും ഈ രാജ്യത്തിന് നാശം വിതച്ചിട്ടില്ല. മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇവിടെ ഈ രാജ്യത്തിൽ നിന്നും ഒന്നും കൊള്ളയടിച്ച് എങ്ങോട്ടും കൊണ്ടുപോയില്ല. ഈ രാജ്യത്തിന്റെ പൗരന്മാരായി, ഇവിടത്തുകാരായി, ഇവിടത്തോട് ഒട്ടിച്ചേർന്ന് ലയിച്ചു ചേർന്ന് ഇവിടത്തെ ഭാഷയും സംസ്കാരവും ഒക്കെ സ്വീകരിച്ച് അവർ ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി രാജ്യത്ത് നന്മകൾ വിളയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. 800 കൊല്ലത്തിലധികം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഭരണം നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നാശവും വരുത്തിയിട്ടില്ലല്ലോ മുസ്ലിങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ബഹുസ്വര സമൂഹമായിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ആർക്കും അലോസരമുണ്ടാവാതെ ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിച്ചു. മുസ്ലിങ്ങൾ പ്രബോധനത്തിൽ വിശ്വസിക്കുമ്പോഴും ഇസ്ലാമിക പ്രബോധനം അത് പ്രത്യേകമായ ബാധ്യതയാണെന്നും അത് ചെയ്യേണ്ട ദൗത്യമാണെന്നും വിശ്വസിക്കുമ്പോഴും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് 800 കൊല്ലത്തിലധികം അധികാരമുണ്ടായിട്ടും അവരാരും തന്നെ പ്രത്യേകമായ ഒരു ജനവിഭാഗത്തെയും വ്യക്തികളെയും നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ 800 കൊല്ലത്തെ നിരന്തരമായ നിർബന്ധിതമായ മതപരിവർത്തനം
അവർക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ചവർ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നോ? ക്രിസ്ത്യാനികൾ ഉണ്ടാകുമായിരുന്നോ? ബുദ്ധന്മാരോ ജൈനന്മാരോ ഉണ്ടാകുമായിരുന്നോ? മുസ്ലിങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല, അന്ന് ഇന്ത്യയിലെ ലോകത്തെ മൊത്തം GDP-യുടെ 23% ഇന്ത്യയുടെ പങ്കായിരുന്നു. 23%. അപ്പൊ ലോകത്ത് വലിയ സാമ്പത്തിക വളർച്ച, പുരോഗതിയാണ് അന്നത്തെ മുഗൾ ഭരണ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമ്പോൾ 947 നമ്മുടെ GDP നിലവാരം നോക്കുമ്പോൾ വെറും 3% മാത്രമായിരുന്നു. ഇവിടെ നിന്നും അവർ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. സുഗന്ധ വ്യഞ്ജനങ്ങളും അതേപോലെ തന്നെ പ്രത്യേകമായ നിലയിലുള്ള ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവർ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഡിവൈഡ് ആൻഡ് റൂൾ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും മറ്റും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ കിരാതമായ ആ നയമാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ശേഷിപ്പുകളാണ്, അതിന്റെ ഫലമാണ്, അതിന്റെ പ്രത്യാഘാതങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ആ നിലയിൽ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കടപ്പുറത്ത്, കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തിയ കാലം മുതൽ നീണ്ടുനിന്ന, നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അധിനിവേശ ഭരണക്രമങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്ത് ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കി. മുസ്ലിങ്ങൾക്ക് നാശങ്ങൾ ഉണ്ടാക്കി. മുസ്ലിങ്ങൾക്കും ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്കും നാശങ്ങൾ ഉണ്ടാക്കി തീർത്തു. തമ്മിലടിപ്പിച്ചു. ഇവിടത്തെ വരുമാനം നഷ്ടപ്പെടുത്തി. അതുപോലെ കർഷകർക്ക് അന്യായമായ നികുതികൾ അടിച്ചേൽപ്പിച്ചു. അവരെ ഒരുപാട് ദ്രോഹിച്ചു, കടക്കണിയിലാക്കി രാജ്യത്തെ. 1943 ഇവരുടെ സാമ്പത്തിക നയം കാരണം 1943 ബംഗാളില് 30 ലക്ഷത്തോളം ആളുകളാണ് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നത്. ആഗോള സാഹചര്യത്തിലും ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ പ്രത്യേകമായ സാമ്പത്തിക നയങ്ങളും കാരണമായിട്ട് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയില് 1000-ലധികം ആളുകളാണ് കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെട്ടത്. ഇതേപോലെ കിരാതമായ നിലയിലുള്ള കൂട്ടക്കൊലകളും നാശനഷ്ടങ്ങളും ഈ രാജ്യത്തുണ്ടായിത്തീർന്നു. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങാനും ഭരണകൂടത്തിനെതിരെ മിണ്ടിപ്പോയാൽ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുക, കരിനിയമങ്ങൾ പാസാക്കുക, വെടിവെച്ചു കൊള്ളുക, ഇതൊക്കെയായിരുന്നു ഈ രാജ്യത്ത് നടന്നിരുന്നത്. പക്ഷേ ഇതിനെതിരെ ഇവിടത്തെ മുസ്ലിങ്ങൾ, ഇവിടത്തെ ബഹുജനങ്ങൾ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു. 1857 ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ ബഹദൂർ ഷാ സഫർ, ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശക്തമായ പോരാട്ടം അവസാനം അദ്ദേഹത്തിന്റെ 2 മക്കൾ രക്തസാക്ഷികളായി. അദ്ദേഹം ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടു. അതിനു മുമ്പേ തന്നെ മൗലാന സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹിമഹുല്ല 1820-30 കാലഘട്ടങ്ങളിലെ ബ്രിട്ടീഷുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്ന അന്നത്തെ സിഖുകാർക്കെതിരെയും പോരാട്ടം സംഘടിപ്പിച്ചു. അവസാനം അദ്ദേഹം മൗലാന സയ്യിദ് അഹമ്മദ് ഷഹീദ് സൂഫി പണ്ഡിതനും അതേപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചു. മുജാഹിദീൻ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് ബാലാക്കോട്ട് പടക്കളത്തിൽ 1831 മെയ് മാസം 6-ാം തീയതി അദ്ദേഹം പഞ്ചാബ് സിഖുകാരോട് പോരാടിക്കൊണ്ട് രക്തസാക്ഷിയാവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് സയ്യിദ് ഇസ്മായിൽ ഷഹീദ് റഹിമഹുല്ല. അദ്ദേഹവും രക്തസാക്ഷിയായ മനുഷ്യനാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് ആദ്യമായി ശബ്ദിച്ചത് മൗലാന ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലയാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ല ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാട്ടത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതുപോലെ ഇന്ത്യയിൽ നമുക്ക് മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. 1910
30 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഗർജിച്ചു, ഞങ്ങൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ 6 അടി മണ്ണ് വേണമെന്ന് അദ്ദേഹം ശബ്ദിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കാരാഗ്രഹത്തിലടച്ചു, പലപ്പോഴും തടങ്കലിൽ പാർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മ ആ മക്കളെ അങ്ങനെയാണ് വളർത്തിയത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു, അതുപോലെ ഖുർആൻ പഠിപ്പിച്ചു, രാജ്യസ്നേഹം പഠിപ്പിച്ചു, രാജ്യത്തിന്റെ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുത്തു. ആ മക്കൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും, ആ മക്കൾ നിയമജ്ഞരായിട്ടും അവർ അവരുടെ മേഖലയിൽ ഒതുങ്ങിക്കൂടാതെ അവർ ചെയ്തത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുകയാണ് ചെയ്തത്. ഗാന്ധിജിക്കും നെഹ്റുവിനും ഒപ്പം ഈ രാജ്യത്തേക്ക് പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അവരെ പിടിച്ച് തുറുങ്കിലടച്ചു. ഒരിക്കൽ അവരുടെ പ്രായം ചെന്ന ഉമ്മ ആ മക്കളെ കാണാൻ വേണ്ടി ബീഹാർ ജയിലിലേക്ക് പോകുമ്പോ അവരെ വരവേൽക്കാൻ വേണ്ടി ഓരോ സ്റ്റേഷനിലും വൃദ്ധയായ മാതാവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. മക്കൾ 2 പേരും തടങ്കലിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചതിന്, അവർക്കെതിരെ ശബ്ദിച്ചതിന്. അങ്ങനെ ആ ഉമ്മയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് അവർ പറഞ്ഞത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളാരും എന്റെ മക്കളെ ഓർത്തിട്ട് കണ്ണീരൊഴുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തിട്ട് കരഞ്ഞാൽ മതി. ഞാൻ അഭിമാനത്തോടെയാണ് എന്റെ മക്കളെ വളർത്തിയത്. ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ എനിക്ക് സഹതാപമില്ല, എനിക്ക് വിഷമമില്ല. ആ മക്കളെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നപ്പോ ആ മക്കൾ അവിടുത്തെ കുറ്റവാളികൾ ധരിക്കുന്ന, ആ തടവുപുള്ളികൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ചിട്ട് 2 കൈയിലും ചങ്ങലക്കിട്ട് കാലിലും ചങ്ങലക്കിട്ട് ആ ഉമ്മയുടെ ബീവി ഉമ്മയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ ഉമ്മ പറഞ്ഞ വാക്ക്, ഉമ്മ പ്രായം ചെന്ന ഉമ്മയാണ്. ആ ഉമ്മ ഈമാൻ സ്ഫുരിക്കുന്ന ആ അവസ്ഥയിൽ മക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ചങ്ങലകളൊക്കെ അഴിച്ചു മാറ്റി, നിങ്ങളുടെ കാൽ ചങ്ങലകളൊക്കെ അഴിച്ചു മാറ്റി, നിങ്ങൾക്ക് സ്വതന്ത്രരായി ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് സ്വതന്ത്രരായി ഉമ്മയോടൊപ്പം നാട്ടിലിറങ്ങി മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി ജീവിക്കാനാണ്, അവിടെ സുഖലോലുപരായി ജീവിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ ഈ വിറയ്ക്കുന്ന കൈയുണ്ടല്ലോ, അതിൻ്റെ ഇടയിലിട്ട് ഞാൻ നിങ്ങളെ ഞെരിച്ചു കൊന്നുകളയും. മാത്രമല്ല, നിങ്ങൾ പണ്ട് എന്നിൽ നിന്ന് കുടിച്ച മുലപ്പാലുണ്ടല്ലോ, ആ മുലപ്പാൽ നിങ്ങൾക്ക് ഹറാമായിരിക്കും. ഈ ഉമ്മ നിങ്ങൾക്ക് മുലപ്പാൽ തന്നത് പടച്ചോന്റെ ദീനിന് വേണ്ടി, നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാനാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എന്ന് ആ മക്കൾക്ക് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ആ ഉമ്മ ധീരമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മക്കളെ ധൈര്യപ്പെടുത്തുകയായിരുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയാണ് മുമ്പോട്ട് പോയത്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മാത്രമല്ല, മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മുമ്പിലുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഒന്നും തന്നെ ഈ മുസ്ലിം നേതാക്കന്മാരെ കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചും ഒരക്ഷരം കാണൂല. എല്ലാം വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാമമാത്രമായി ഉൾപ്പെടുത്തിയത് പോലും ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വല്ല പള്ളിപ്രസംഗത്തിലും ജുമയ്ക്കും അല്ലെങ്കിൽ വാളിനും ഒക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ചരിത്രം അനുസ്മരിക്കപ്പെടൂ, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാവൂ എന്നിടത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ പോരാടിയവരാണ് മൗലാന വിലായത്ത് അലി ഖാനും മൗലാന ബറക്കത്ത് അലി ഖാനും. അതുപോലെ ബീഗം ഹസ്രത്ത് മഹൽ, അവർ നാടിന്റെ അവധ് പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു. അവരും പോരാട്ടം നടത്തിയവരാണ്. മൗലാന, അതേപോലെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, ആ കാലഘട്ടത്തില് ദാറുൽ ഉലൂം ദയൂബന്ദ്, ഉത്തർപ്രദേശിലെ ദാറുൽ ഉലൂം ദയൂബന്ദ്, ഇന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് പണ്ഡിതന്മാർ പഠിക്കുന്ന, പ്രത്യേകിച്ച് ദൗറത്തുൽ ഹദീസ്, ഹദീസിലെ പ്രത്യേകമായ നിലയില് ഗവേഷണം നടത്തി ബിരുദം നൽകിക്കൊണ്ടിരിക്കുന്ന അൽ ഖാസിമി ബിരുദമുള്ള വലിയ സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദയൂബന്ദ് എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ജന്മം നൽകപ്പെട്ടതാണ്. മൗലാന മഹ്മൂദുൽ ഹസൻ ദയൂബന്ദി, അവരൊക്കെയാണ് അതിന്റെ ശില്പികൾ. മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, അഷ്റഫ് അലി താനവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ. എന്തിനാണ് അതിനുവേണ്ടി ജന്മം നൽകിയത്? എന്തിനാണ്? ഇന്ത്യ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്ന്
ഇവിടത്തെ മുസ്ലിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യവും പരമാധികാരവും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നു, രാജ്യത്തിന്റെ സ്വത്തുക്കൾ കട്ടെടുക്കുന്നു. ഇവിടെ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. എന്തിന്? ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യാനല്ല, ബ്രിട്ടീഷുകാരുടെ കൊട്ടാരം പണ്ഡിതന്മാരാവാൻ വേണ്ടിയല്ല, ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാൻ വേണ്ടിയല്ല, അവർക്കെതിരെ പടപൊരുതാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്ര കൃതികളിലെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതിൽ നിങ്ങൾക്ക് അവരെല്ലാം കാണാൻ കഴിയും. വെടിയേറ്റ് മരിച്ചവർ, തടങ്കലിൽ കഴിഞ്ഞവർ, പോരാട്ടം സംഘടിച്ചവർ, ഒരു ഒളിപ്പോരാട്ടം നടത്തിയവർ, പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ ഡൽഹിയിലെ തെരുവുകളിലെ മരക്കൊമ്പുകളിലും മറ്റും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തപ്പെട്ടവർ, വെടിയേറ്റ് മരിച്ചവർ പതിനായിരങ്ങൾ. ഞാൻ ഇവിടെ നിന്ന് പറയും, ചരിത്രത്തിൽ നിന്ന് കാണാം. 100ഉം 1000ഉമല്ല, പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഉൾപ്പെട്ട സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്നതിൽ അവരുടെ പേരുണ്ട്. അതിന് മഹാഭൂരിഭാഗവും മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരുമാണ്. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടം നടക്കണം. ഇവിടേക്ക് വരുമ്പോ രാജ്യത്തിനെ കൊള്ളയടിക്കുകയും അടിമപ്പെടുത്തുകയും കട്ടെടുക്കുകയും ചെയ്യുന്ന, തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്തണം. ആരാണ് അതിനാദ്യം മുമ്പോട്ട് വരേണ്ടത്? സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അദ്ദേഹത്തിന്റെ തഹ്രീറു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്ന 77 വരികളുള്ള ഒരു കാവ്യകൃതി, പേജുകളുള്ള ഒരു കാവ്യകൃതിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഗ്രന്ഥമാണത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. നമ്മുടെ മതേതര ചരിത്രകാരന്മാർ അവരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്താണ്? മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ശത്രുക്കൾ കടന്നാക്രമണം നടത്തിയാൽ അതിനെ തിരിച്ചടിക്കേണ്ടത് ആ നാട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഫർള് ഐനാണ് എന്ന ഫത്വ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം. എന്നിട്ട് ബാക്കിയുള്ള ഇവിടത്തെ ബഹുജനങ്ങളോടൊപ്പം ജാതി മത ഭേദമന്യേ ഇവിടത്തെ അമുസ്ലിം സഹോദരന്മാരോടൊപ്പം നിന്ന് നിങ്ങൾ ഈ ജിഹാദ് നടത്തണം, പോർച്ചുഗീസുകാർക്കെതിരെ പോരാടണം എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത്. അതിന് പടച്ചോൻ തരുന്ന പ്രതിഫലം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. സ്വർഗം, അതിന്റെ വർണ്ണനകൾ, നരകം, അതിന്റെ ഭീകരതകൾ, ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന മഹത്വങ്ങൾ. ഇത് തന്നെയാണ് 70 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം രണ്ടാം സൈനുദ്ദീൻ മഖ്ദൂം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ. പോർച്ചുഗീസുകാരുടെ വിവരങ്ങൾ അടങ്ങിയ പോരാളികൾക്കുള്ള ഒരു പടക്കോപ്പ്, ഒരു സമ്മാനം എന്ന നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി നിങ്ങൾ നോക്കൂ. അത് വളരെ വിശദമായ ഒരു പുസ്തകം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം മതേതര ചരിത്രകാരന്മാർ ഉൾപ്പെടെ ആഘോഷിക്കുന്ന പുസ്തകമാണത്. അതിൽ ഖുർആനും ഹദീസും ചരിത്രവും ഉൾപ്പെടെ കേരളത്തിന്റെ അവസ്ഥകളെല്ലാം അതിൽ വർണ്ണിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതിലും ഇതേപോലെ പോരാട്ടത്തിന്റെ ഫത്വകളുണ്ട്, സ്വർഗത്തിന്റെ പോരാളികൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളുണ്ട്, ഒരു രക്തസാക്ഷിക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വങ്ങൾ എത്ര വലുതാണെന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹം അത് സമർപ്പിച്ചത് ആർക്കാണ്? അത് സമർപ്പിച്ചത് ബീജാപ്പൂർ സുൽത്താൻ അലി ആദിൽ ഷാഹിക്കാണ്. ബീജാപ്പൂർ സുൽത്താൻ അലി ആദിൽ ഷാ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഷിയ ഭരണാധികാരിയാണ്. ഇമാമിയ ഇസ്ന അഷിറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഷിയ ഭരണാധികാരിയാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ആരാണ്? അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായി അറിയപ്പെടുന്ന ഫത്ഹുൽ മുഈന്റെ രചയിതാവാണ്.
കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആധികാരികമായി ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥമായി അംഗീകരിക്കപ്പെടുന്ന ഫത്ഹുൽ മുഈന്റെ രചയിതാവാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായി നിൽക്കുമ്പോഴും സമർപ്പിച്ചത് ഒരു ഷിയ രാജാവിനാണ്, ഒരു ചക്രവർത്തിക്കാണ്. എന്നിട്ട് അദ്ദേഹം ഇദ്ദേഹത്തെ പുകഴ്ത്തി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷിയ വിശ്വാസം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന പൊതുശത്രുവിനെതിരെ ഒരു ഷിയയാണെങ്കിൽ പോലും ഒത്തുചേർന്ന് നിൽക്കാനും പോരാട്ടത്തിന് ഒപ്പം നിൽക്കാനും സാധിക്കും. അത് നിയമപരമായി തടസ്സമില്ല എന്നല്ലേ അദ്ദേഹം അതിലൂടെ തെളിയിച്ചത്. നമ്മൾ ഇന്നാണെങ്കിലോ ഷിയ പോട്ടെ, നമ്മളുടെ ഇതിൽ എന്ത് തർക്കമാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് അസ്തിത്വപരമായ പ്രതിസന്ധികൾ, ഫാഷിസത്തിന്റെ പ്രശ്നങ്ങൾ, അതിന്റെ മുമ്പിൽ ഒരുമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ അല്ലല്ലോ കാണിച്ചത്. ഇനിയും നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, നമ്മൾ പലരും വളരെയധികം ആവേശത്തോടെ കാണുന്ന മഹാനുഭാവൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ടല്ലോ അസ്സൈഫുൽ ബത്താർ അലാ മൻ യുവാലിൽ കുഫാർ, സത്യവിരോധികൾക്കെതിരെ പോരാടേണ്ട ഖഡ്ഗം, പടവാൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയത്. അതിൽ അദ്ദേഹം വിശദമായിട്ട് ഈ ഫത്വകളാണ് അദ്ദേഹം പറയുന്നത്, ധീരമായ നിലപാട്. അദ്ദേഹത്തിന്റെ മകനാണ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ മുമ്പിൽ നിന്ന, അതേപോലെ തന്നെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ, അതുപോലെ ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം അലാ ഇഹാനത്തിൽ കഫറത്തി വ അബദത്തി സുൽബാൻ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ള ഫസൽ പൂക്കോയ തങ്ങൾ, അദ്ദേഹം നാട് കടത്തപ്പെട്ടയാളാണ്. പിന്നീട് യമനിലേക്ക് പോയി അവിടെ ഗവർണറായ ആളാണ്. അപ്പൊ വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടും സൂഫിയും രാഷ്ട്രീയ നേതാവും പോരാളിയും ഭരണാധികാരിയും ഒക്കെ ആവാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ആമിനുമ്പാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന കൃതി എഴുതിയ മഹാനുഭാവൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും ഒളിപ്പോരാട്ടം നടത്തുകയും ചെയ്ത മനുഷ്യനാണ്. അതുപോലെ സഹോദരന്മാരെ, അതുപോലെ ഖാദി മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കാവ്യകൃതിയും അതും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് വേണ്ടി എഴുതിയ കൃതിയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിന്റെ കഴിഞ്ഞ കാല സമരപ്രവർത്തനങ്ങൾ നോക്കിയാൽ സാമൂതിരിമാർക്കൊപ്പം നിന്നുകൊണ്ട് പടപൊരുതിയ പണ്ഡിതന്മാർ, ഇവിടുത്തെ നായന്മാർക്കും ഒപ്പം നിന്ന് പടപൊരുതിയവർ, ജന്മിത്വ വിരുദ്ധ കലാപങ്ങൾ ഉണ്ടാക്കിയവർ, പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചവർ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചവർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, അവിടെ നമുക്ക് കാണാൻ കഴിയും, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കാണാൻ കഴിയും, ആലി മുസ്ലിയാരെ കാണാൻ കഴിയും, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കുഞ്ഞാലി മരക്കാരന്മാരെ കാണാൻ കഴിയും. എന്താ ഇങ്ങനെ ഇത്രമാത്രം പാരതന്ത്ര്യത്തെ, സ്വാതന്ത്ര്യ നിഷേധത്തെ, നീതി നിഷേധത്തെ, അക്രമത്തെ, അനീതിയെ, അന്യായങ്ങളെ വെച്ചു ഉറപ്പിക്കാൻ മനസ്സില്ലാത്ത പണ്ഡിതന്മാരും നേതാക്കന്മാരും യുവജനങ്ങളും കഴിഞ്ഞുപോയ ഒരു കാലഘട്ടമാണ് നമ്മുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ കാലഘട്ടം. പോർച്ചുഗീസുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം 4 നൂറ്റാണ്ടിലേറെ പടപൊരുതിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. ഇതൊന്നും തന്നെ ചരിത്രത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ളതല്ല, ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് അപഖ്യാതിയല്ല ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് വലിയ ഉന്നതമായ പദവികളാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കി നിൽക്കുന്നവരല്ല മുസ്ലിങ്ങൾ എന്നാണ് ഇതിന്റെ പാഠം. അന്യായത്തെയും അക്രമത്തെയും അനീതിയെയും വെച്ചുപൊറിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ഒരേ സമയം 2 ആളെ പടച്ചവനാക്കാൻ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രമാണ് എൻ്റെ ആരാധനയും അടിമത്തവും. അബ്ദാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രമേ അബ്ദാവാൻ പറ്റൂ, അടിമയാവാൻ പറ്റൂ. പടച്ചവന്റെ മുമ്പിലല്ലാതെ ഒരുത്തന്റെ മുമ്പിലും തലകുമ്പിട്ട് ഏമാനെന്ന് വിളിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആരുടെ മുമ്പിലും തലകുമ്പിട്ട് ഓച്ചാനിച്ച് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണുള്ളത്. സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വികേന്ദ്രീകരിക്കപ്പെടണം. നീതി എല്ലാവർക്കും തുല്യമായി വികേന്ദ്രീകരിക്കപ്പെടണം. അതേപോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമായി ലഭ്യമാവണം. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ലഭ്യമാകണം. അതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായിരുന്നു, പരമത വിദ്വേഷത്തിൻ്റെതല്ല. ആരോടും മതം അടിച്ചേൽപ്പിച്ചിട്ടില്ല. മനുഷ്യർക്ക് മുഴുവൻ സ്വാതന്ത്ര്യം ലഭ്യമാവണം. അതിനാണ് മനുഷ്യാവകാശ പോരാട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് ഓരോരോ വേർഷനുകളിൽ ഓരോരോ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ പുനരാവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരങ്ങളായി. അതിനിവിടത്തെ കുത്തകകളും ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഇവിടത്തെ പ്രമാണിവർഗങ്ങളും അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കും. അല്ലമീൻ എന്ന് 40 കൊല്ലം വിളിച്ചവർ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയതിനു ശേഷം പ്രവാചകനെ വിളിച്ചത് ഭ്രാന്തനെന്നും മാരണക്കാരനെന്നും കള്ളനെന്നും വ്യാജനെന്നും ഒക്കെ ആയിരുന്നല്ലോ. കാരണം എന്താ? പള്ളിയിൽ പോയിരുന്നിട്ട് ദിക്ർ ചെയ്ത് ദുആ ചെയ്ത് വിവാദത്ത് ചെയ്ത് അങ്ങനെ ഇരുന്ന ആർക്കും ഒരു പ്രശ്നമില്ല. സമൂഹത്തിൽ ഇടപെട്ട പ്രശ്നമാണ്. സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കമ്പോളത്തിൽ നീതി വേണം, ഭരണകൂടത്തിന് നീതി വേണം, ന്യായാസനങ്ങളിൽ ന്യായാധിപന്മാർക്കിടയിൽ നീതി ഉണ്ടാവണം, ജനങ്ങൾ പട്ടിണി കിടക്കരുത്, ചൂഷണം ചെയ്യരുത്, മർദ്ദനം നടത്തരുത്, അന്യായങ്ങൾ ചെയ്യരുത്. ഇത് ഇസ്ലാം പറയുന്നു. ഇസ്ലാമിന്റെ ഒരു മഹാഭാഗം അവിടെ കിടക്കുകയാണ്, പള്ളി വിട്ടിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അവിടെ സ്വാതന്ത്ര്യം വേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ഓരോരോ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നത്. നബി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ പോലും ഒരേ രീതിയിലല്ലല്ലോ, പല രൂപത്തിലാണ്. ബദർ ഒരു തരത്തിലാണെങ്കിൽ ഉഹദ് വേറൊരു തരത്തിലാണ്, ഹന്തക്ക് വേറൊരു തരത്തിലാണ്, മൂത്തത്ത് വേറൊരു തരത്തിലാണ്, ഹുനൈൻ വേറൊരു തരത്തിലാണ്. ഓരോ യുദ്ധങ്ങളും വ്യത്യസ്തമാണ്. അതിന് പ്രബോധനങ്ങൾ ഉണ്ടാകാം, ആശയവിനിമയങ്ങൾ ഉണ്ടാകാം, പോരാട്ടങ്ങൾ ഉണ്ടാകാം, നിസ്സഹകരണങ്ങൾ ഉണ്ടാകാം. പല രൂപത്തിലാണ് നടക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തു. ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഈ സ്വാതന്ത്ര്യം നമുക്ക് 947 ആഗസ്റ്റ് 15 കിട്ടിയ സ്വാതന്ത്ര്യം പിന്നീട് 950 ജനുവരി 26 നല്ലൊരു ഭരണഘടന ഉണ്ടായി. നമുക്ക് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വളരെ മനോഹരമാണ്. അത് നിങ്ങൾ അല്ലാഹ്ക്കല്ലാതെ മറ്റാർക്കും അടിമപ്പെടരുത് എന്ന് ഇസ്ലാം പറയുമ്പോ നമുക്ക് മറ്റാർക്കും അടിമപ്പെടേണ്ടി വരാത്ത, മറ്റുള്ളവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്ന തുല്യതയും തുല്യാവകാശവും സമനീതിയും സാമ്പത്തിക സന്തുലിതത്വവും ജനാഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം വകവെച്ച് നൽകുന്ന ഒരു ഭരണഘടനയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അധികാരം വിട്ടുകൊടുക്കുന്നതാണ്. ജനങ്ങൾക്കും കൂടി ഉള്ളതാണ് അധികാരം. ഇന്ന് അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെങ്കിൽ ഇന്ന് ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചതുപോലെ കള്ളന്മാരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കൊള്ളക്കാരുടെ ഭരണമായി രാജ്യം മാറിപ്പോയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് രാഹുൽ ഗാന്ധി എന്ന ഇച്ഛാശക്തിയുള്ള തന്റേടിയായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ രാജ്യത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ, ഡാറ്റ സഹിതം ആരോടും സംവദിക്കാൻ നട്ടലുള്ള ഒരു മനുഷ്യനായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണണം. എല്ലാ ഞെട്ടലുകളും ഉണ്ടാവും, പക്ഷെ പരിണതികളാണ് പിന്നീട് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന് ആകെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ
ഇത്തരത്തിലുള്ള മതേതര ചേരിയിലുള്ള നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും നിർഭയരായി ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇവിടത്തെ ഒരു തരം വെള്ളക്കാരിവിടെ നിന്ന് പോവുകയും വേറൊരു തരം വെള്ളക്കാര് സവർണ വെള്ളക്കാരിവിടെ കടന്നു വരികയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കട്ടുമുടിക്കുകയും ഭരണഘടനയെ പിച്ചു ചീന്തിയിട്ട് പുതിയ ഒരു മനുസ്മൃതി കൊണ്ടുവരാൻ ശ്രമിക്കുകയും രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊള്ളുകയും വി.ഡി. സവർക്കറിനെ പോലുള്ളവരെ ബ്രിട്ടീഷുകാരുടെ ഷൂണക്കികളെ അവരെയൊക്കെ ആഘോഷിക്കപ്പെടുകയും ദേശീയ നേതാക്കളായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയൊരു ഇന്ത്യ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഈ സവർണ ഹിന്ദുത്വ മേലാള മേധാവിത്വത്തിനപ്പുറം നിൽക്കുന്ന എതിർചേരിയിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഒത്തൊരുമയോടെ ഒന്നിച്ചു നിന്നുകൊണ്ട് വമ്പിച്ച ഒരു ജനാധിപത്യ ജനകീയ പ്രക്ഷോഭമായി ഒറ്റക്കെട്ടായി കൊടികളുടെ നിറങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ മനുഷ്യരായി, ഇന്ത്യൻ പൗരന്മാരായി, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായും ഹിന്ദുക്കൾ ഹിന്ദുക്കളായും ബുദ്ധന്മാർ ബുദ്ധന്മാരായും സിഖുകാർ സിഖുകാരായും നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ന മതക്കാരാണ് എന്ന അവനവന്റേതായ നാനാത്വത്തിൽ ഏകത്വം എന്ന ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുസ്വര ബഹുവർണ്ണ ജനാധിപത്യ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഒരു കൊടുങ്കാറ്റടിച്ചാൽ ഇന്ത്യയിലെ സിംഹാസനത്തിലേക്ക് ഈ രാജാക്കന്മാർ വാഴുന്ന ഹിന്ദുത്വ രാജാക്കന്മാർ വാഴുന്ന അവിടേക്കൊന്ന് ആഞ്ഞടിച്ചാൽ എല്ലാം കടപുഴകി നിലം പതിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏകാധിപതികളും മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന ഏകാധിപതികളും അക്രമികളും ഹിറ്റ്ലർമാരും ഫറോവമാരും തകർന്നടിഞ്ഞ മണ്ണും വായുവും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ഒരു കാലത്ത് നമ്മുടെ ഇച്ഛാശക്തിയിലൂടെ നമ്മുടെ സത്യവിശ്വാസത്തിലൂടെ പടച്ചവരിലുള്ള ഉറപ്പിലൂടെ ദുനിയാവിൽ അള്ളാഹുവിനെ അല്ലാതെ ഒരുത്തരെയും ഒന്നിനെയും ഭയപ്പെടാതെ മുമ്പോട്ട് പോകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭരണഘടന നെഞ്ചേറ്റുന്നതിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. അന്ന് നമുക്ക് രണ്ട് മധുരം നമുക്ക് കൂടുതൽ കഴിക്കാൻ കഴിയും. ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം നഷ്ട സ്വാതന്ത്ര്യത്തെ നമുക്ക് നന്നായി ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഒരു ഭാവി ഇന്ത്യയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. മലബാറിന്റെ തീരപ്രദേശങ്ങളിൽ ആലി മുസ്ലിയാരുമാരുടെ മമ്പുറം തങ്ങന്മാരുടെ കുഞ്ഞാലി മരക്കാറുമാരുടെ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിമാരുടെ അതേപോലെ ഷാ ഇസ്മായിൽ ഷഹീദുമാരുടെ സയ്യിദ് അഹമ്മദ് ഷഹീദുമാരുടെ പിന്മുറക്കാരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവരിലൂടെ കടന്നു വന്ന ചോരയും നീരുമാണ് നമുക്കുള്ളതെങ്കിൽ വീണ്ടും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജനാധിപത്യ പ്രക്ഷോഭത്തിന് വേണ്ടി നമ്മൾ ഒരുമിക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, പള്ളികൾ സംരക്ഷിക്കാൻ, മദ്രസകൾ സംരക്ഷിക്കാൻ, ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാഷ്ട്രത്തിന് നല്ല ഭാവി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പോരാടിയ മുഴുവൻ ദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ പോരാളികളെയും അനുസ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചിട്ട് തടങ്കലുകളിൽ അന്യായമായ തടവറകളിൽ കഴിയുന്ന നൂറുകണക്കിന് വരുന്ന സ്വാതന്ത്ര്യ പോരാളികളെ അനുസ്മരിച്ചുകൊണ്ട് എന്റെ വിനീതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.